ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇല്ല അമ്മേ, എനിക്ക് അവനെ കണ്ടേ പറ്റൂ. അച്ഛാ വാ അച്ഛാ, പ്ലീസ് അച്ഛാ വാ അച്ഛാ. നീ നോക്കി, ഞാൻ പാത്തിട്ട് വരാം. എന്നിട്ട് വല്ല ഫലമുണ്ടോ? ഇതുവരെ എന്നെ ചതിച്ചൊരാളുടെ മുഖത്ത് നോക്കി 4 വാക്ക് വിളിച്ചു പറഞ്ഞപ്പോ ഞാനും കരുതി, ചുറ്റുള്ളവരെല്ലാവരും കരുതി, ഇതാ നിത്യ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ ദൈവം വെറുതെ ഇരിക്കോ? ഭാരങ്ങള് വീണ്ടും എന്റെ തലയിൽ എടുത്തു വെച്ച് തന്നില്ലേ? ചുമക്കാൻ പറ്റാത്തത് എടുത്തു വെച്ച് തന്നില്ലേ? മതി, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നേരം വെളുക്കുന്നത് വരെ നിർത്തില്ല. അത്രയ്ക്ക് വേദനയുണ്ട് നിന്റെ മനസ്സിൽ. മോളൊന്ന് ഉറങ്ങാൻ നോക്ക. അമ്മ പോയി കിടന്നു. വേണ്ട, ഞാനിവിടെ നിന്റെ കൂടെ തന്നെ ഇരുന്നോളൂ. പേടിയിട്ടണോ? ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നു വിചാരിച്ചിട്ടാ? മോളെ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അമ്മേ. വിധിനെ എനിക്ക് വേണ്ടി എന്തൊക്കെ കാത്തുവെച്ചിട്ടുണ്ട്. അതൊക്കെ ഏറ്റെടുക്കാൻ പിന്നെ ആരാ ഉള്ളത്? മതി, നീ ഉറങ്ങിക്കോ. അമ്മേ, ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലല്ലേ ആദ്യം കൊണ്ട് ഇവിടുന്ന് പോയത്? അവനവിടെ മാറ്റാൻ എന്തെങ്കിലും ഉണ്ടോ? അവന്റെ പുസ്തകങ്ങളൊക്കെ ഇവിടെയല്ലേ ഇരിക്കുന്നേ? അമ്മേ, അതൊക്കെ എടുത്ത് ശരവണന്റെ കയ്യിൽ കൊടുത്തു വിട്ടാലോ? ഒന്നും വേണ്ട മോളെ, നാളെ നേരം വിളിക്കട്ടെ. അതല്ല അമ്മേ, അവര് ചിലപ്പോ ഇങ്ങോട്ട് വിളിക്കണമെന്ന് കരുതുന്നുണ്ടാവും. അതിന് ചിലപ്പോ ബുദ്ധിമുട്ട് തോന്നിയിട്ടാണെങ്കിലോ? ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറമ്മേ. അത് നമുക്ക് മോളെ, നീ ഇപ്പൊ ഒന്ന് കിടക്ക്. ആ വാ, കിടക്ക്. നഷ്ടങ്ങളല്ലാതെ ഒന്നും നേടിത്തരാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ മോളെ. എന്താ മോളെ, എന്തു പറ്റി? അമ്മേ, ആദ്യം മോനെ എന്തോ പ്രശ്നമുണ്ട്.
അവൻ വല്ലാണ്ട് കരയാമ്മേ. അവൻ കരഞ്ഞ് ബഹളം വെക്കുന്നത് ഞാൻ ശരിക്കും കേട്ടു. അത് മോള് സ്വപ്നം കണ്ടതായിരിക്കും. അല്ല അമ്മേ, അല്ല, അവനെന്തോ പ്രശ്നമുണ്ട്. ഒന്നുമില്ല മോളെ, നീ സ്വപ്നം കണ്ടതാണെന്ന്. അമ്മയ്ക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ അവന്റെ കരച്ചിൽ കേട്ടതാ. ഞാൻ പോയി നോക്കട്ടെ. സുജാത, സുജാത, നിത്യേ, നിക്ക് നിക്ക്. അമ്മ, അമ്മ, നിത്യേ, അമ്മ വാതിൽ തുറന്നു നിൽക്ക്. സുജാത, അമ്മ എന്നാ ചങ്കു? അമ്മ, നിത്യമ്മ, എന്താ സുജാത? അത് ഉറങ്ങുന്നത് വരെ ആദിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് കരച്ചില്ല. എന്താ മോളിത്? അച്ഛാ, ആദ്യം ഒന്ന് വിളിക്ക്. അവൻ ഉറങ്ങിയൊന്ന് ചോദിക്ക്. അവൻ എന്തെങ്കിലും കഴിച്ചോന്നൊന്ന് ചോദിക്ക്. എന്നമ്മ ഇത് പാതിരാത്രി ആയിടുച്ച്. ഇவ்வளவு നേരം அந்த குழந்தை தூங்காதிருக்குமா? അയ്യോ ഇല്ല ശരവണ, അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ നമ്മളെല്ലാവരും വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുക. അച്ഛാ ഒന്ന് വിളിക്കച്ചാ. ഒന്ന് വിളിക്ക് രഘുവേട്ട. അല്ലാതെ എത്ര നേരം വെച്ചാ ഇതും കണ്ടോണ്ടിരിക്കുന്നത്. ഇവള് മോനോടൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യട്ടെ. അത് അവർക്ക് ഇഷ്ടാവില്ല സുജാതെ. വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത് ശരിയാണോ? അച്ഛാ, എനിക്ക് ആദ്യോടൊന്ന് സംസാരിക്കണം. എന്റെ മോൻ എന്നോട് സംസാരിക്കാതെ ഉറങ്ങില്ല. അച്ഛാ, അച്ഛാ എന്റെ കൂടെ ഒന്ന് വരാവോ അച്ഛാ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല. എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി അച്ഛാ. അച്ഛാ പ്ലീസ് അച്ഛാ, വാ അച്ഛാ, വാ അച്ഛാ. മോളെ, നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ഇല്ല അമ്മേ, എനിക്ക് അവനെ കണ്ടേ പറ്റൂ. അച്ഛാ വാ അച്ഛാ, പ്ലീസ് അച്ഛാ, വാ അച്ഛാ. നീ ഒന്ന് നോക്കി. நான் பார்த்துட்டு வரேன். മോളെ, നീ വാ. നിത്യാമ്മേ, നിത്യാമ്മേ, ഈ നേരം വരെ മോനൊന്നും കഴിച്ചില്ല. ഉറങ്ങാൻ പറഞ്ഞിട്ടാണെ അതിനും സമ്മതിച്ചില്ല.